അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത മലയാളത്തിന്റെ ഭാവഗായകന് വിട. 5 പതിറ്റാണ്ടിനിടെ ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച ഗായകൻ. പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ചും കഠിനമായി യത്നിച്ചുമൊന്നും പാട്ടുകാരനായ ആളല്ല ജയചന്ദ്രൻ. സ്കൂളിൽ അദ്ദേഹത്തിന് പ്രിയം മൃദംഗമായിരുന്നു. 1958 സംസ്ഥാന യുവജനമേളയിൽ മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ മികച്ച മൃദംഗ വിദ്വാനുള്ള പുരസ്കാരം ജയചന്ദ്രനായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി 1966 ചെന്നൈയിൽ വ്യാപാരി കമ്പനിയിൽ കെമിസ്റ്റായി. അതേ വർഷം കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴനിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത്. ദേവരാജൻ മാസ്റ്ററുടെ കണ്ടെത്തലായിരുന്നു ജയചന്ദ്രൻ. യേശുദാസ് ഉള്ളപ്പോൾ ഇനിയൊരു ഗായകൻ എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ഭാവഗായകൻ ജയചന്ദ്രൻ. ദേവരാജൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മലയാളിയുടെ പുരുഷ സങ്കല്പത്തിന് ഇണങ്ങുന്ന ഗായകൻ എന്നായിരുന്നു. 70കളിലെയും 80കളിലെയും പ്രതാപകാലത്തിനു ശേഷം 99 നിറം എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ജയചന്ദ്രൻ തിരിച്ചു വരുന്നത്. നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള അവാർഡ് അദ്ദേഹം നേടി. പിന്നെ മരണത്തിന് മാസങ്ങൾക്ക് മുൻപ് വരെ അദ്ദേഹം സജീവമായിരുന്നു. പുതുതലമുറ സംവിധായകന്മാരുമായും ജയചന്ദ്രൻ എളുപ്പത്തിൽ സിങ്കാവുമായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രിയപ്പെട്ട ഗായകനായിരുന്നു അദ്ദേഹം. സിനിമാ ഗാനങ്ങളായാലും ലളിത ഗാനങ്ങളായാലും ഭക്തി ഗാനങ്ങളായാലും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുരമനോഹരമാക്കിയ ഗായകനായിരുന്നു പി ജയചന്ദ്രൻ. മലയാളിയുടെ ഗൃഹാതുരത ശബ്ദമായിരുന്നു പി ജയചന്ദ്രന്റെ പാട്ടുകൾ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം 6 തവണയും ദേശീയ അവാർഡ് 1 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. 2021 കേരളം അദ്ദേഹത്തെ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകത്തിനും അദ്ദേഹം പ്രിയപ്പെട്ടവനായി. മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അദ്ദേഹം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു. 1994 കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രൻ സ്വന്തമാക്കി. പിന്നീട് പി ഭാസ്കരനും വയലാറും മുതൽ പുതുതലമുറയിലെ BK ഹരിനാരായണൻ വരെയുള്ളവർക്ക് വേണ്ടി പാടാനായി. നമ്മുടെ എല്ലാം പ്ലേലിസ്റ്റിലെ പാട്ടുകളൊന്ന് പരിശോധിച്ചാൽ അതിൽ മിക്കതും നമ്മുടെ ഹൃദയത്തിന്റെ ചന്ദനവാതിൽ തുറന്ന പാട്ടുകൾ തന്നെയാകും.